ഖുർആനിൽ എവിടെയും ഭൂമി പരന്നതാണെന്ന് പറയുന്നില്ല. അത് വിമർശകർ വെറുതെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു സംഗതിയാണ്. ഖുർആനിൽ മനുഷ്യർക്ക് ചെയ്ത പലതരം അനുഗ്രഹങ്ങളെപ്പറ്റി പറയുന്ന സന്ദർഭങ്ങളിൽ ഭൂമിയെപ്പറ്റി, ഭൂമിയെ അവൻ നിങ്ങൾക്കൊരു തൊട്ടിലാക്കിയില്ലേ, ഭൂമി ഒരു വിരിപ്പാക്കിയില്ലേ എന്നൊക്കെയുള്ള അർത്ഥത്തിലുള്ള പ്രയോഗങ്ങൾ പലതും കാണാൻ സാധിക്കും. അപ്പോൾ ഭൂമി ഒരു തൊട്ടിലാക്കിയില്ലേ എന്ന് പറഞ്ഞാൽ ഒരു തൊട്ടിലിൻ്റെ രൂപത്തിൽ, തൊട്ടിൽ നമുക്കറിയാം, ഒന്നുകിൽ ഇങ്ങനെ മേലെന്ന് തൂക്കിയിട്ട് ഇങ്ങനെ യു ഷേപ്പിൽ കെട്ടിയിടും, അല്ലെങ്കിൽ രണ്ട് കാലിൽ ഇങ്ങനെ നടുവിൽ ഒരു യു ഷേപ്പിലുണ്ടാവും. ഈ ആകൃതിയിലൊന്നുമല്ലല്ലോ ഭൂമി. അത് ഭൂമിൻ്റെ ആകൃതി പറയാനല്ല, ഭൂമിയെ നമ്മൾക്ക് സംരക്ഷണം തരുന്ന ഒരു കുഞ്ഞിനെ ഒരു തൊട്ടിൽ സംരക്ഷിക്കുന്നത് പോലെ നമ്മൾ ഭൂമിയിലുള്ള ജീവജാലങ്ങളെയൊക്കെ മനുഷ്യരെയൊക്കെ സംരക്ഷിക്കുന്ന രൂപത്തിലുള്ള, വലിയ ചൂടോ വലിയ തണുപ്പോ ഇല്ലാതെ ഒക്കെ സംരക്ഷിക്കുന്ന രൂപത്തിലുള്ള ഒരു സംരക്ഷണ കവചമായിട്ട് ഭൂമിയെ മാറ്റിയില്ലേ എന്നുള്ള അർത്ഥത്തിലാണല്ലോ അവിടെ പ്രയോഗിക്കുന്നത്. അതുപോലെ ഭൂമിയെ വിരിപ്പാക്കിയില്ലേ, ഒരു പുതപ്പോ ഒരു വിരിപ്പോ ഒക്കെ പോലെ നമ്മളെ സംരക്ഷിക്കുന്ന രൂപത്തിലുള്ള ഭൂമിയാക്കി ആ രൂപത്തിലാക്കിയില്ലേ എന്നൊക്കെയുള്ള രൂപത്തിൽ ഭൂമിയെ നിങ്ങൾക്ക് പരത്തി തന്നില്ലേ എന്നൊക്കെ കാണാൻ സാധിക്കും. ഇതിൻ്റെയൊക്കെ അർത്ഥം ഒരിക്കലും അതൊരു ആ ഷേപ്പിലാണ് ഭൂമി എന്ന് പറയാനല്ല, ഭൂമി തൊട്ടലിൻ്റെ ഷേപ്പിലാണ് അല്ലെങ്കിൽ ഭൂമി ഒരു വിരിപ്പിൻ്റെ ഷേപ്പിലാണ് എന്നൊന്നുമല്ല, അതുപോലെ തന്നെയാണ്. എന്നാൽ ഭൂമിയുടെ ഷേപ്പിനെ സൂചിപ്പിക്കുന്ന പദപ്രയോഗങ്ങൾ ഖുർആനിലുണ്ട്. അത് നമ്മളിപ്പോൾ പുതുതായിട്ട് പറയുകയല്ല. ഈ പദപ്രയോഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു 12 നൂറ്റാണ്ടുകൾക്ക് 13 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇസ്ലാമിക പണ്ഡിതന്മാർ ഭൂമിയുടെ ഷേപ്പ് ഉരുണ്ടതാണ് എന്ന് കൃത്യമായി അവരുടെ കിതാബുകളിൽ എഴുതി വച്ചിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ ഒരു 1200 1300 വർഷങ്ങൾക്ക് മുമ്പ് തന്നെയുള്ള കിതാബുകളിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ കൃത്യമായി ഭൂമിയുടെ ഷേപ്പ് ഉരുണ്ടതാണ് എന്ന് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ, ഖുർആൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ തന്നെ അവർ എഴുതിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അതിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ ഇജ്മാ ഉണ്ട്, ഏകോപിച്ച അഭിപ്രായം ഉണ്ട് എന്നിവരെ നിരവധി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ തൻ്റെ മജ്മുഉൽ ഫത്താവയിൽ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇബ്നു ഹസം എന്ന പ്രസിദ്ധ ഇസ്ലാമിക പണ്ഡിതൻ, അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല പറഞ്ഞ ഒരു സംഭവം മജ്മുഉൽ ഫത്താവ എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ഇമാം അബുൽ ഹുസൈൻ റഹിമഹുല്ല എന്ന പണ്ഡിതൻ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യാണ്. ഇമാം അബുൽ ഹുസൈൻ റഹിമഹുല്ല പറഞ്ഞു, ഖാല വകദാലിക അജ്മഉ, അതായത് ഉലമാക്കൾ, പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ ഇജ്മാ ഉണ്ട്, ഏകോപിച്ച അഭിപ്രായമുണ്ട്. അപ്പോൾ അജ്മഉ അല അന്നൽ അർദ ബിജമീഇ ഹറകാതിഹ മിനൽ ബർരി വൽ ബഹർ, ഭൂമി അതിലെ കരയായാലും അതിലെ സമുദ്രമായാലും ഇതെല്ലാം ഒന്നിച്ചു ചേർന്നിട്ടുള്ള ഭൂമി ആയാലും മിസ്ലൽ ഖുറ, അത് അതിൻ്റെ എല്ലാ സകലതും നമ്മൾ എടുത്തു നോക്കിയാലും അതെന്താണ്, ഒരു ഗോളാകൃതിയിലാണ്, അതായത് ഗോളാകൃതിയിലാണ്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല. അത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയുടെ മജ്മുഉൽ ഫത്താവയിലാണ്.